ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ വധശ്രമങ്ങളെ അതിജീവിച്ച വ്യക്തി ആരാണെന്ന് അറിയാമോ? അതൊരു ഹോളിവുഡ് സിനിമയിലെ നായകനല്ല, ക്യൂബ എന്ന കൊച്ചു ദ്വീപിന്റെ വിപ്ലവ സൂര്യൻ ഫിദൽ കാസ്ട്രോ. ഒന്നല്ല രണ്ടല്ല, CIA അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് 638 തവണയാണ്. വിഷം, ബോംബ്, സ്നൈപ്പർ, എന്തിന് സ്വന്തം കാമുകിയെ വരെ ഉപയോഗിച്ചിട്ടും ഫിദലിന്റെ ആയുസ് എടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ആരായിരുന്നു ഫിദൽ? എന്തുകൊണ്ട് അമേരിക്ക അദ്ദേഹത്തെ ഇത്രയധികം ഭയപ്പെട്ടു? കഥ തുടങ്ങുന്നത് 1959-ലാണ്. അമേരിക്കയുടെ പാവയായിരുന്ന ബാറ്റിസ്റ്റ് എന്ന ഏകാധിപതി ക്യൂബയെ അടക്കി ഭരിച്ചിരുന്ന കാലം. ജനങ്ങൾ പട്ടിണിയിലായിരുന്നു. എന്നാൽ കാടുകൾക്കുള്ളിൽ നിന്ന് ചേഗുവേരയ്ക്കൊപ്പം ഫിദൽ കാസ്ട്രോ എന്ന വിപ്ലവകാരി ഉയർത്തെഴുന്നേറ്റു. അമേരിക്കയുടെ മൂക്കിന് താഴെ വെറും 90 മൈൽ അകലെ ഫിദൽ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം ചെയ്തത് അമേരിക്കയെ ഞെട്ടിച്ചു. അമേരിക്കൻ കമ്പനികളുടെ എണ്ണപ്പാടങ്ങളും ബാങ്കുകളും അദ്ദേഹം പിടിച്ചെടുത്തു. പാവപ്പെട്ട കർഷകർക്ക് ഭൂമി നൽകി. ഏറ്റവും വലിയ പ്രഹരം. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ ബദ്ധശത്രുവായ സോവിയറ്റ് യൂണിയനുമായി അദ്ദേഹം കൈകോർത്തു. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഐസൻഹോവർ ഉത്തരവിട്ടു, അവനെ തീർക്കുക. 1961 ബേ ഓഫ് പിഗ്സ് ആക്രമണത്തിലൂടെ 1400 കൂലിപ്പടയാളികളെ അമേരിക്ക ക്യൂബയിലേക്ക് അയച്ചു. എന്നാൽ ഫിദലിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ 72 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ സൈന്യം മുട്ടുകുത്തി. ലോകത്തിനു മുന്നിൽ അമേരിക്ക നാണം കെട്ടു. നേരിട്ടുള്ള യുദ്ധം തോറ്റപ്പോൾ CIA ചാരപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു. ഓപ്പറേഷൻ മംഗൂസ് എന്നറിയപ്പെട്ട ആ പദ്ധതിയുടെ ലക്ഷ്യം ഫിദലിന്റെ മരണം മാത്രമായിരുന്നു. CIA പയറ്റിയ തന്ത്രങ്ങൾ കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഫിദലിന് ഏറ്റവും പ്രിയപ്പെട്ട സിഗാറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള സ്കൂബ ഡൈവിംഗ് സമയത്ത് ധരിക്കാനുള്ള സ്യൂട്ടിൽ മാരകമായ ഫംഗസ് പുരട്ടി നൽകി. ലക്ഷക്കണക്കിന് ഡോളർ നൽകി അധോലോക നായകന്മാരെ വാടകയ്ക്കെടുത്തു. സ്നൈപ്പർ തോക്കുകൾ, കാർ ബോംബുകൾ, അദ്ദേഹം നീന്തുന്ന സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ചിപ്പികൾ എല്ലാം പരാജയപ്പെട്ടു. കൂടാതെ ഫിദലിനെ കൊല്ലാൻ അദ്ദേഹത്തിന്റെ മുൻ കാമുകിയായ മാരിറ്റ ലോറൻസിനെ അയച്ചു. വിഷഗുളികകൾ നൽകിയാണ് അവളെ അയച്ചത്. എന്നാൽ ഫിദലിനെ കണ്ടപ്പോൾ അവൾക്കതിന് കഴിഞ്ഞില്ല. തോക്ക് അവൾക്ക് നേരെ നീട്ടി ഫിദൽ പറഞ്ഞു, എന്നെ കൊല്ലാൻ വന്നതല്ലേ, കൊല്ലൂ. പക്ഷേ സ്നേഹത്തിന് മുന്നിൽ ആ തോക്ക് താഴ്ന്നു. കാലം കടന്നുപോയി. ഐസൻഹോവർ, ജോൺ എഫ് കെനഡി, ലിൻഡൻ ബി ജോൺസൺ, റിച്ചാർഡ് നിക്സൺ, ജെറൽഡ് ആർ ഫോർഡ്, ജിമ്മി കാർട്ടർ, ബിൽ ക്ലിന്റൺ, ജോർജ് W. ബഷ്, ബാരാക് ഒബാമ, അങ്ങനെ 11 അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരത്തിൽ വന്നു പോയി. പക്ഷെ ക്യൂബയിൽ ഫിദൽ മാത്രം ബാക്കിയായി. മൃത്യു അദ്ദേഹത്തെ തൊട്ടു തലോടി പോയി. ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിലും അദ്ദേഹം ക്യൂബയിൽ ആശുപത്രികളും സ്കൂളുകളും പടുത്തുയർത്തി. ലോകമെമ്പാടും വിപ്ലവത്തിന്റെ പ്രതീകമായി. ഒടുവിൽ 2016 നവംബർ 25-ാം തീയതി ഒരു വെടിയുണ്ടയ്ക്കും കീഴടങ്ങാതെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഫിദൽ കാസ്ട്രോ വിടവാങ്ങി. അമേരിക്ക 60 വർഷം വേട്ടയാടിയിട്ടും സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് മാത്രം മരണത്തിന് കീഴടങ്ങിയ ഒരേ ഒരു ഭരണാധികാരി. ചരിത്രം അദ്ദേഹത്തെ കുറ്റക്കാരനെന്നോ വിശുദ്ധനെന്നോ വിളിക്കട്ടെ, പക്ഷെ ഒന്ന് ഉറപ്പാണ്, ഫിദൽ കാസ്ട്രോയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല.